കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആരായാലും കൊള്ളാം, കല്യാണം കഴിയുന്നവരെ സൂക്ഷിക്കണം. നിനക്ക് വല്ല ടെൻഷനും ഉണ്ടോ? ഒരു കുലുക്കും ഇല്ലാതെ ഇരിക്കുന്ന കണ്ടില്ലേ? ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എനിക്കാണെങ്കിൽ നിന്നെക്കാളും ടെൻഷനാണല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് പറ്റിയൊരു പണിയുണ്ട് കേട്ടോ. ചേട്ടാ, കല്യാണ ചെറുക്കൻ ചേട്ടാ. ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. വിളിക്കല്ലേ? എന്നെയാണോ? അതേ, നീ ഇങ്ങോട്ട് വന്നേ. അയ്യോ വേണ്ട, പറയുന്നേക്ക്. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. വരുന്നു. എന്താ കാര്യം? കല്യാണ ചെറുക്കനെ വൈദേഹിക്ക് കാണണം പോലും. അവൾ അകത്തുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ചെല്ലേ. എന്തിനാ ചിരിക്കുന്നത്? അകത്തിരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പോഴും അകത്തിരിക്കല്ലേ. ഇവിടെ മുഹൂർത്ത സമയം അടുത്തോണ്ടിരിക്കല്ലേ. കൃത്യസമയത്ത് അവള് പുറത്തു വന്നോളൂ. അങ്ങനെ പറഞ്ഞ വൈദേഹി വന്നു പറഞ്ഞിട്ട് ഒരു കൂസലും ഇല്ലല്ലോ. എവിടെയെന്ന് ചോദിച്ചോണ്ട് ഓടിച്ചെല്ലൂന്നല്ലേ ഞാൻ വിചാരിച്ചെ. ഇയാളെന്താ ഒരുമാതിരി കിളി പോയ പോലെ സംസാരിക്കുന്ന ജാനകി? ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അങ്ങയുടെ തലയ്ക്ക് ഓളാണെന്ന്. ഒരൊറ്റ കാര്യം മാത്രമേ സാറിന് പറയാനുള്ളൂ. വൈദേഹി വരൂ അത്രേ, കല്യാണം മുടക്കും അത്ര. എനിക്ക് എന്തായാലും ഇപ്പൊ എല്ലാവരുടെ മുന്നിലേക്ക് വരാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത് നൂറ്റി പിടിയും കിട്ടുന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതൊന്നും ആലോചിച്ച് നിൽക്കാൻ സമയമില്ല വൈദേഹി. എന്തെങ്കിലും ഉടനെ ചെയ്യണം. എന്നാ പിന്നെ ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ? കല്യാണ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്താലോ? എന്നിട്ട് നമുക്ക് ജയിലിൽ പോയിട്ട് കിടക്കാല്ലേ? താലി അടിച്ചു മാറ്റിയാലോ? മഞ്ഞ താലി കെട്ടി കല്യാണം നടത്തും. എന്നാ പിന്നെ തിരുമേനി തന്നെ കിഡ്നാപ്പ് ചെയ്താലോ? എന്നാ അത് വേണ്ട, എല്ലാം കിഡ്നാപ്പ് തന്നെയാണല്ലേ. ചേടാ, നല്ലൊരു ഐഡിയയും തലേന്ന് വരുന്നില്ലല്ലോ ഈശ്വര. ഇത്രയും കാലം കല്യാണം നടത്താനാ പാടെന്നാ കരുതിയെ. ഇതിപ്പം മുടക്കുന്നത് അതിലും 100 ഇരട്ടി പാടാന്ന് ഇപ്പോഴാ മനസ്സിലായ. എന്താ ചെയ്യണ്ടേ? ആരെ വിചാരിച്ചാലാ നടക്കുക? അമ്മേ, രാഹുലിന് കുഴപ്പമൊന്നുമില്ലല്ലോ? സകലവിധ മര്യാദകളോടും സുരക്ഷിതമായിട്ട് ഇരുത്തിയിട്ടുണ്ട് ബേബി. പക്ഷെ അവനെ എന്താ ചെയ്യണ്ടേ? കല്യാണം കഴിഞ്ഞ് ആലോചിക്കാം മോം. ഇതിനിടയ്ക്ക് ആ ശാന്താദേവിയെങ്ങാനും ഇങ്ങോട്ട് കേറി വരാതിരുന്നാ മതിയായിരുന്നു. എന്നോട് ഇത് ഇത്രയും വട്ടം പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. അവളെ അകത്തേക്ക് കയറാൻ അവർ അനുവദിച്ചിട്ട് വേണ്ടേ? സിറ്റുവേഷൻ അങ്ങനെയല്ലേ മോം, എന്ത് ചെയ്യാനാ? അല്ല, ശാന്താദേവി എന്ന് അമ്മ കൊറേ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവരുടെ ഫോട്ടോ എനിക്കൊന്ന് അയക്കൂ, ഒന്ന് കണ്ടിരിക്കാലോ. എന്നാ നീ ലൈനിൽ തന്നെ നിക്ക്, ഞാനിപ്പോ അയച്ചുതരാം. ബേബി, ഞാൻ അയച്ചിട്ടുണ്ട്, നോക്കിക്കേ. ഓക്കെ. ജ്യൂസ് തരാൻ പറഞ്ഞു. എനിക്കങ്ങ് വേണ്ട, പോ. ശരി. ഇവരാണോ?
എന്താ നീ ഇങ്ങനെ ഞെട്ടുന്ന മോളെ? നീ ഇവരെ എവിടെ വെച്ചെങ്കിലും കണ്ടിരുന്നോ? അയ്യോ, എവിടെ വെച്ചല്ല കണ്ടത് മോം. ഇപ്പൊ ഒരു സ്ത്രീ കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് റൂമിൽ വന്നപ്പോ പുറത്തേക്ക് ഇറങ്ങി പോവാൻ പറഞ്ഞില്ലേ, അത് ഈ സ്ത്രീയായിരുന്നു. നീ എന്താ മോളെ ഈ പറയുന്നത്? ശാന്താദേവി കൊട്ടാരം വീട്ടിനകത്തുണ്ടെന്നോ? നോ ബേബി, നോ. നീ മറ്റാരെയോ കണ്ട് തെറ്റിദ്ധരിച്ചതായിരിക്കും. ശാന്താദേവി ആ വീട്ടിൽ കയറാൻ യാതൊരു വഴിയില്ല. അത് അവര് തന്നെയാ മോം, അല്ലാതെ ഞാൻ വെറുതെ കിടന്നിങ്ങനെ പറയോ? ബേബി, ശാന്താദേവി എങ്ങാനും അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പൊ നീ എന്റെ മോളാണെന്ന് എല്ലാരും അറിഞ്ഞേനെ. അപ്പൊ തന്നെ നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തേനെ. ഇപ്പൊ എങ്ങാനും വന്നതായിരിക്കും മോം. ഇതുവരെയ്ക്കും അവരാരും കണ്ടു കാണില്ല. കണ്ടിരുന്നെങ്കിൽ ഇവിടെ വലിയ ബഹളാവില്ലായിരുന്നോ? എന്നാൽ ആരെങ്കിലും കാണുന്നതിന് മുൻപ് നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ പിടിച്ചു കൊടുത്തേക്ക്. നീ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ല്. ഓക്കെ മോം. മാളവികേ, ഞങ്ങള് നിന്നെ വിളിക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോഴേക്കും നീ തന്നെ ഇങ്ങോട്ട് എത്തിയല്ലോ. എപ്പോഴാ ഈ കല്യാണം നടന്നു കിട്ടുകയെന്ന് അവള് കാത്തിരിക്കാൻ തോന്നുന്നു. പെട്ടെന്ന് നടത്താം. ഈ കല്യാണത്തിന് കാണിക്കുന്ന ധൃതി നാളെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിലും കാണിക്കണം. നിനക്കറിയോ, നിന്റെ അമ്മായിയും അതിനു വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഈ കൊട്ടാരം വീട്ടിലെ അകത്തളത്തിൽ ഒരു കുഞ്ഞിക്കാല് ഓടി നടക്കുന്നത് കാണാനുള്ള കൊതിയെ. അതൊക്കെ എന്റെ മോള് ചെയ്തോളും. പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മുഹൂർത്തത്തിന് സമയമായി മോളെ. ഈശ്വര, ഇപ്പൊ എന്താ ചെയ്യാ? വാ. മുഹൂർത്തം അടുത്തു വരുംതോറും ഉത്സാഹം കൂടുകയല്ലേ വേണ്ടത്? ഇങ്ങനെ ടെൻഷൻ പിടിച്ചിരുന്ന എങ്ങനെ? അങ്ങനെയൊന്നുമില്ല ചേച്ചി. സന്തോഷായിട്ടിരിക്കും. എന്റെ ടെൻഷനെ കുറിച്ച് നിനക്കെന്തറിയാം? ഇപ്പൊ ശാന്താദേവി എങ്ങാനും ഇങ്ങോട്ട് വന്ന് ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞോ അവിടെ തീരും എല്ലാ പ്ലാനിങ്ങും. കൃത്യം മുഹൂർത്തം അടുത്ത നേരത്ത് എന്തിനെങ്ങനെ ഒരു പരീക്ഷണം? നമസ്കരിച്ചോളൂ. വല്യേട്ടാ,
വലിയേട്ടാ, ശാന്തി, വലിയേട്ടാ, വലിയേട്ടാ, ശാന്തി, അമ്മേ, ശാന്തി എവിടായിരുന്നു മോളെ? ശാന്തമ്മേ, വലിയേട്ടാ, വലിയേട്ടാ, സുഖാണ് ഏട്ടത്തി? സുഖാണ് ശാന്തി. നിനക്ക് സുഖാണോ മോളെ? എത്ര നാളായി നിന്നെ ഒന്ന് കാണാൻ കൊതിക്കുന്നോ? ഇപ്പോഴാണോ നിനക്ക് ഞങ്ങളെയൊക്കെ കാണാൻ ഓർമ്മ വന്നത്? ശാന്തമ്മേ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? ഇപ്പോഴാണ് ഈ വല്യേട്ടനോടുള്ള ദേഷ്യം മാറിയത്? എനിക്ക് വലിയേട്ടനോട് എന്ത് ദേഷ്യം! വലിയേട്ടന്റെ സ്നേഹം മനസ്സിലാക്കാതിരുന്നതിന് തക്ക ശിക്ഷ തന്നെ ദൈവം എനിക്ക് തന്നത്. എന്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടു, മോളെ എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. സത്യം പറഞ്ഞ ഈ ജന്മം നിങ്ങളെ ആരെയും കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല. നിന്റെ മോളെ എങ്ങോട്ടേക്ക് പോയിട്ടില്ല ശാന്തി. ഞാൻ കണ്ടില്ലേ കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ അവൾ ഒരുക്കി നിൽക്കുന്നത്. നിന്റെ മോളെ മരുമോളാക്കിക്കൊള്ളാന്ന് ചെറുപ്പത്തിലേ ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ? ഇപ്പൊ നീ ആഗ്രഹിച്ചതുപോലെ എന്റെ മോനെ അവിടെ കെട്ടാൻ പോകുന്നേ. നിന്റെ സ്വപ്നം നിറവേറുന്ന സമയത്ത് തന്നെ നിനക്ക് ഈ വീട്ടിലേക്ക് എത്താൻ പറ്റിയല്ലോ. വലിയേട്ടൻ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെ എന്റെ മകളാകും? അതെ ശാന്തി, നിന്റെ മോള് തന്നെയത്. ചെറുപ്പത്തിൽ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോയതല്ലേ, ഇപ്പൊ എങ്ങനെ തിരിച്ചറിയാനാ? എന്റെ മോളെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചെന്ന് ആരാ പറഞ്ഞു കേട്ടത്തി? അവള് കൈക്കുഞ്ഞായിരിക്കുമ്പോ അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അമ്പലത്തില് തൊട്ടിലിട്ടിട്ടാ പോയത്. ആ കുഞ്ഞിപ്പോ എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല. അപ്പൊ അത് നിന്റെ മോളല്ലേ ശാന്തി? അല്ല അമ്മ, ദാസ കേട്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതാ അവൾ എന്റെ കൊച്ചുമോളല്ലാന്ന് തന്നെ എന്റെ മനസ്സെപ്പോഴും പറഞ്ഞത്. ഞാൻ പറയുന്നത് ആര് കേൾക്കാൻ? നമ്മുടെ കൊച്ചുമോടെ പേരും പറഞ്ഞ് മുതലെടുക്കാൻ വന്ന കള്ളി അവൾ. ആഹാ, അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം. ആഹാ, ഏയ് എഴുന്നേക്കടി. നിനക്ക് എന്റെ ദേവന് വേണമല്ലേ? പറയടി, ആരാ നീ? പറയടി, ആരാന്ന്? എന്താ നിനക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം? ഞങ്ങളെ പറ്റിക്കാൻ നോക്കുന്നല്ലേ? അവളുടെ ഒരു നാടകം. ആരാന്ന് പറയടി, ആരാന്ന്? ഈ വീട്ടിലേക്ക് വന്ന് എന്തിനാന്ന് പറയടി. വാ തുറന്ന് പറയടി, അല്ലെങ്കിൽ നിന്റെ കഴുത്തിരിച്ച് കൊല്ലും ഞാൻ. പറയടി, ആരാ നീ? ആഹാ, നീ പറയില്ലല്ലേ?
പറയടി, നിന്നെ ഞങ്ങള് വെറുതെ വിടുന്നു കരുതണ്ട. ആഹാ. ഞങ്ങളെ പറ്റിക്കാൻ നോക്കുന്നല്ലേ? പറയടി, പറയാൻ ആരാ നിന്നെ ഈ നാടകമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു പറയില്ലല്ലേ? എന്താ നിന്റെ ഉദ്ദേശം? എന്തിനിങ്ങോട്ട് വന്നു? എന്തൊരു കൊലച്ചതിയാ. നിന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്തൊക്കെ ചെയ്തു. എന്റെ മരുമോളെ പോലും ഞാൻ പറഞ്ഞു വിട്ടു. നീ എന്തിനാ വന്നേ? എന്താ നിന്റെ ഉദ്ദേശം? അതെന്താണെന്ന് ഞാൻ തന്നെ പറയാം. ഇതാ ചന്ദ്രികയുടെ മകളാ. അമ്മയും മോളും കൂടി ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മോളെ ഏതൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയെന്നാ കരുതിയത്. എന്റെ മോളായിട്ട് എന്റെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചെന്ന് എനിക്കപ്പോ മനസ്സിലായിരുന്നില്ല. എന്റെ ശാന്തമ്മയുടെ ഭർത്താവിനെയും കൊന്ന് അവളെ ഇത്രയും കാലം ചങ്ങലക്കിട്ടിരിക്കായിരുന്നല്ലേ? എവിടെയാ ചന്ദ്രിക? പറയടി. ചന്ദ്രിക എവിടെയാണെന്നാ ചോദിച്ചത്? പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ ഞാൻ കൊന്നുകളയും. പറയടി. എവിടെയാണ് ചന്ദ്രികയെന്ന് പറയടി. പറയേ. നിന്റെ നാടകം ഇനി വില പോവില്ലടി. പറയടി, എവിടെയാ നിന്റെ അമ്മ? വലിയേട്ടാ, വലിയേട്ടാ, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ദയവേത് അവളെ വെറുതെ വിടണം. വൃത്തികെട്ട ജന്മം. അകന്ന ബന്ധുവല്ലേ എന്ന് കരുതിയ കൂടെ കൂട്ടിയത്. വല്യേട്ടാ വല്യേട്ടാന്ന് വിളിച്ചോണ്ട് പാല് തന്ന കൈക്ക് തന്നെ നീ കൊത്തിയല്ലേ? വല്യേട്ടാ, തെറ്റ് പറ്റിപ്പോയി. ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി ഈ ഭാഗത്തേക്ക് വരില്ല. അവളെ വിട്ടേക്ക് വല്യേട്ടാ. ദാസ, ഇവരെ ഇങ്ങനെ വെറുതെ വിടരുത്. എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിപ്പിക്കേ. ഇനിയുള്ള കാലം അമ്മയും മോളും അഴി എണ്ണി കഴിയട്ടെ. ശാന്തി, നിന്നെ ഞാൻ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. ദേവി ഇത് വലിയ മനസ്സ് കാണിച്ചു മാപ്പാക്കണം. ദാസ, എന്താ നോക്കി നിൽക്കുന്നെ? എത്രയും പെട്ടെന്ന് ഇവരെ പോലീസിനെ ഏൽപ്പിക്കേ. കൊണ്ടുപോടാ ഇവറ്റകളെ. വലിയേട്ടാ, വീട് വലിയേട്ടാ. വലിയേട്ടാ, വലിയേട്ടാ പറയുന്ന ഒന്ന് കേക്ക് വലിയേട്ടാ. ഇനി ഒരിക്കൽ കൂടി എന്റെ വീടിന്റെ പടി ചവിട്ടാൻ ശ്രമിച്ച വെട്ടിനുറുക്കി കഷ്ണം കഷ്ണമാക്കി എറിയും ഞാൻ. ഓക്കേ, അവിടുന്ന് എഴുന്നേക്കാൻ. ഏയ്, ഓ ഇവിടെ എങ്ങും ഉണ്ടായിരുന്നല്ലോ. എവിടെ? അമ്മോ, ഇത് ദശരഥരാമോർമ്മ കണ്ടാ മതി.
ആ സ്വപ്നത്തെ കണ്ട പോലെ എന്നെ അമ്മേനെ ശരിക്കും പുറത്താക്കും. ഹലോ ഹലോ അമ്മ. എന്തായി ബേബി, ശാന്താദേവിയെ കണ്ടുകിട്ടിയോ? ഇല്ല അമ്മേ, ഇതുവരെ കിട്ടിയില്ല. പക്ഷെ ഇവിടെ എവിടെയോ ഉണ്ട്. ഛേ, സൂക്ഷിക്കണേ മോളെ. ദശരഥരാമവർമ്മ കണ്ട നമ്മുടെ കഥ കഴിഞ്ഞു. ഇത്രയും വലിയ അശ്രദ്ധ കാണിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 20 വർഷം ചങ്ങലക്കിട്ടതിനെ ഈ സമയത്ത് തന്നെ അഴിച്ചുവിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പോയെന്ന് തന്നെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് വരാതെ നോക്കിക്കൂടായിരുന്നോ? അതിനും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞോ? നമ്മുടെ ആൾക്കാർ ആ വീടിന് ചുറ്റും കാവലുണ്ടല്ലോ. എനിക്ക് അവൾ എങ്ങനെ അകത്ത് കടന്നേന്നറിയില്ല. അത്ര മിടുക്കരാണ് നമ്മുടെ ആൾക്കാർ. എന്നാ പിന്നെ അവരോട് അകത്തേക്ക് വരാൻ പറയട്ടെ. അപ്പൊ പിന്നെ ഒരുമിച്ച് എന്താ മാളവിക നിന്റെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളം? എനിക്കോ? എനിക്കെന്ത് വെപ്രാളം? അങ്ങനെയൊന്നുമില്ല. ഞാനെന്നാ ചെല്ലട്ടെ. മാളവിക ആരെ തപ്പിയ പുറത്തേക്ക് വന്നത്? അവള് വല്ലാണ്ട് പരുങ്ങുന്നുണ്ടല്ലോ. അതെ, ആരാ നിങ്ങള്? നല്ല കാര്യങ്ങൾ നടക്കുന്നിടത്തേക്ക് ഇങ്ങനെയുള്ളവര് വരാൻ പാടുണ്ടോ? ആരെ കാണാനാ നിങ്ങൾ വന്നത്? എന്താ ഇത്? എന്തൊക്കെയാ പറയുന്നേ? എന്താ ഇത്? ഇങ്ങനെയാണോ സംസാരിക്കുക? എന്തുകൊണ്ട് അവർക്ക് വന്നൂടാ? നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല.